നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മാധുരി ഭജൻസ് ആണ്. നമുക്കവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ഹൃദ്യ ഗണേഷ്, ഞാൻ കോഴിക്കോടാണ് സ്ഥലം. എൻ്റെ പേര് ചന്ദന, ഞാനും കോഴിക്കോടാണ്. എൻ്റെ പേര് ഫാത്തിമ നിബ, ഞാൻ മലപ്പുറമാണ്. എൻ്റെ പേര് അനാമിക, ഞാൻ കോഴിക്കോടാണ് സ്ഥലം. എൻ്റെ പേര് നീലാംബരി ചുള്ളേരി, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഗൗരി കൃഷ്ണ, ഞാനും കോഴിക്കോടാണ് സ്ഥലം. എൻ്റെ പേര് അനുജ, എൻ്റെ നാട് ആലപ്പുഴയാണ്. അപ്പം ഈ ഒരു മാധുരി ഭജൻസിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളെല്ലാവരും RLV തൃപ്പൂണിത്തുറ RLV മ്യൂസിക് കോളേജിലെ സ്റ്റുഡൻസാണ്. ഞങ്ങൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, പലരും MA ജോയിൻ ചെയ്തു, അവിടെ തന്നെ ജോയിൻ ചെയ്തു. ഞാനിപ്പോൾ മഹാരാജാസ് കോളേജിലാണ്. അപ്പോൾ അവിടെ ക്ലാസ്സിൽ നിന്നുള്ള ഒരു കമ്പനീൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കവർ സോങ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ബാലെ സുദീപ് പാലനാട് ചെയ്ത ഒരു ഓൾറെഡി ചെയ്തു വെച്ചൊരു കോമ്പോസിഷൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കവർ സോങ് ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ചെയ്തിട്ടുള്ള ആ ഒരു കമ്പനി പോകണ്ട, അതെങ്ങനെ കീപ്പ് ചെയ്യാം എന്നാലോചിച്ചിട്ടാണ് ഞങ്ങൾ ഓക്കെ നമുക്കിതൊരു ടീമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു പ്രോഗ്രാംസ് എല്ലാം ചെയ്യാം ലൈവായിട്ട് എന്നെല്ലാം വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കെ അനാമികയുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഭജൻസ് എന്നുള്ള ഞങ്ങൾ കുറേ ഡിവോഷണൽ സോങ്സും കോളേജിൽ നിന്ന് പഠിച്ച കോമ്പോസിഷൻസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലൈവ് സെഷൻ ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം. ഞങ്ങളെ ഫസ്റ്റ് പ്രോഗ്രാം അവിടെയായിരുന്നു, കൊയിലാണ്ടി തന്നെയായിരുന്നു അല്ലേ, ലൊക്കേഷൻ കൊയിലാണ്ടി ആയിരുന്നു. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രോഗ്രാംസൊക്കെ ആയിട്ട് ചെയ്തു വരുന്നു. അപ്പോൾ അത് ആ ഒരു കവർ സോങ് ഏതായിരുന്നു? കവർ സോങ് ബാലെ എന്ന് പറഞ്ഞിട്ട് സുദീപ് പാലനാട് ചെയ്ത ഒരു സോങ് ആയിരുന്നു. കുറേ ഡാൻസേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വുമൺ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീം വെച്ചിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത്രയും ഫീമെയിൽ വോക്കൽസ് ആയതുകൊണ്ട് അത് മൊത്തത്തിൽ അടിപൊളിയായിട്ട് ഞങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു മൂഡ് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പോൾ ഈ മാധുരി ഭജൻസിൻ്റെ ടീമിൽ ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ നിറയെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിറയെ കമൻസ് വന്നിട്ടുണ്ട്, നിറയെ വ്യൂസും വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ വന്ന വ്യൂസ് ഏതായിരിക്കും, കമൻസൊക്കെ? അത് ഞങ്ങൾ ഇട്ടതിൽ മാടുമയ്ക്കും കണ്ണെ, പിന്നെ അതിൽ ആയർപ്പാടി മാളികയിൽ, അത് രണ്ടും കുറേയധികം തമിഴ് ഓഡിയൻസിനെ ഞങ്ങൾക്ക് പിടിച്ചു പറ്റാൻ സാധിച്ചു. അത് തന്നെ ഞങ്ങളുടെ ഒരു വിജയമായിരുന്നു. അത് കുറേയധികം അവർക്ക് ഭക്തി ഞങ്ങളുടെ പാട്ടിൽ നിന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. അങ്ങനെ അതിന് ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യൂവേഴ്സും കമൻസും എല്ലാം ഉണ്ടായിരുന്നു. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സുന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സുന്നേ, കായ്ച്ചിന പാല് തരേ കൽക്കണ്ട ചീനി തരേ, കായ്ച്ചിന പാല് തരേ കൽക്കണ്ട ചീനി തരേ, കൈ നിറയെ വെണ്ണை തരേ, വെയിലിലെ പോക വേണ്ടാം, കൈ നിറയെ വെണ്ണை തരേ, വെയിലിലെ പോക വേണ്ടാം, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സുന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സുന്നേ, കായ്ച്ചിന പാലും വേണ്ട കൽക്കണ്ട ചീനി വേണ്ട, കായ്ച്ചിന പാലും വേണ്ട കൽക്കണ്ട ചീനി വേണ്ട, ഉല്ലാസമായി മാടുമേത്ത് ഒരു നൊടിയിൽ തിര
തിരുമ്പിടുവേൻ ഉല്ലാസമായി മാടുമേൻ തോരു നൊടിയിൽ തിരുമ്പിടുവേൻ പോക വേണ്ടും തായേ തടേ சொல்லாத நீயே போக வேண்டும் தாயே தடை சொல்லாத நீயே போக வேண்டும் தாயே തടേ சொல்லாத നീയേ. നിങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭജൻസ് എന്ന ടീമില്ലേ, അതിലേക്ക് എങ്ങനെ നിങ്ങൾ എത്തിപ്പെട്ടു? അത് ഒരു വൈകുന്നേര സമയം ഒരു ചായ കുടിക്കുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. എന്ത് ചെയ്യും ഇനി എന്നാലോചിച്ച് ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമുക്ക് എന്തുകൊണ്ട് ഭജൻസ് തുടങ്ങിക്കൂടാ എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ദിവസം ഞങ്ങളിങ്ങനെ വൈകിട്ട് ചായ കുടിക്കുന്ന ഒരു സമയത്തുണ്ടായ ഒരു തോട്ടാണ് മാധുരി എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അനാമികയുടെ നാട്ടിലത്തെ അമ്പലത്തിൽ ഒരു ഓഫർ വന്നായിരുന്നു. അങ്ങനെയാണ് എന്തുകൊണ്ട് ഒരു ഭജൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തോടാ, നമ്മൾ ഒന്നാമത് മ്യൂസിക് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഞങ്ങൾക്ക് കൂടുതലും ശാസ്ത്രീയ വശങ്ങളും അതായത് കച്ചേരി പോലത്തെ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനത്തെ കർണാട്ടിക് ബേസ്ഡ് കാര്യങ്ങൾ പാടാനാണ് കൂടുതൽ താല്പര്യം. അത് ഭജൻസും കൂടെ ആകുമ്പോൾ ഭജൻസും കുറച്ച് ക്ലാസിക്കലും പിന്നെ കുറേ സിനിമാ ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പും ഞങ്ങളുടെ ഈ ഒരു പാട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് കമൻസും ഞങ്ങളുടെ റീൽസിലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവസാനം ഉണ്ടായതാണ് മാധുരി. അങ്ങനെയാണ് മാധുരിയുടെ ഒരു ജനനം. അപ്പോൾ എനിക്ക് ഈ മാധുരി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ടാവും, മാധുരി എന്ന പേര് വരാനുള്ളൊരു സ്റ്റോറി ഉണ്ടാവും. അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു പ്രോഗ്രാം കിട്ടി. അപ്പോൾ പിന്നെ അവിടുന്ന് ആൾക്കാർക്ക് ചോദിച്ചു, നിങ്ങൾ ടീമിൻ്റെ പേരെന്താ, എന്ത് ഭജൻസ് എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ അയ്യോ ഇനി മെയിൻ കാര്യം വരുന്നത് ഒരു പേര് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുറേ തിരഞ്ഞു. അവസാനം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് മാധുരി എന്നാണ്. ഞങ്ങൾ പാടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സുകൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു പേരായിട്ട് ഞങ്ങൾക്ക് അത് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധുരി എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും ഈ ഒരു മ്യൂസിക് ഫീൽഡിൽ എങ്ങനെ എത്തിപ്പെട്ടത്? നമ്മളെല്ലാവരും പണ്ട് മുതലേ പാടുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും +2 കഴിഞ്ഞിട്ട് എല്ലാവരും നമുക്ക് ആരെയും തമ്മിൽ അപ്പോൾ അറിയില്ലായിരുന്നു. അപ്പോൾ കോളേജിൽ RLV കോളേജിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്തു +2 കഴിഞ്ഞിട്ട്. അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും കാണുന്നതും കമ്പനി ആവുന്നതും. മെയിൻലി ഒരു ഫൈനൽ ഇയർ ഒക്കെ ആവാനായപ്പോഴാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് അത്രയും സെറ്റായത്. അപ്പോഴാണ് നമുക്കൊരു എന്തുകൊണ്ടൊരു പാട്ട് ചെയ്തുവിടാൻ തോന്നി. ബാലെ ചെയ്തു, പിന്നെ മാധുരി ഭജൻസ് ഉണ്ടായി. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം അല്ലേ. ഇവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പാട്ടിലേക്ക് പോയാലോ? ഹരേ മണ തുമി ഗോവിന്ദ മണ തുമി ഗോപാല മണ തുമി നാരായണ. ഹരേ മണ തുമി ഗോവിന്ദ മണ തുമി ഗോപാല മണ തുമി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഹരേ മണ തുമി ഗോവിന്ദ മണ തുമി ഗോപാല മണ തുമി നാരായണ. രാമമണ രാജ രാമമണ സീത രാമമണ രാധേ രാമമണ. 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 കുഞ്ചവിഹാര ഗോവിന്ദ ഘോരസചോര ഗോവിന്ദ. കുഞ്ചവിഹാര ഗോവിന്ദ ഘോരസചോര ഗോവിന്ദ. ഗോപികാ ഹൃദയ നന്ദകിശോര പീതാംബരധര ഗോവിന്ദ. ഗോപികാ ഹൃദയ നന്ദകിശോര പീതാംബരധര ഗോവിന്ദ. ഹരേ മണ തുമി ഗോവിന്ദ മണ തുമി
ഗോപാലമണ തുമി നാരായണ ഗോവിന്ദ ഗോപാല ഹരി നാരായണ ഗോവിന്ദ ഗോപാല ഹരി നാരായണ. അപ്പോൾ എന്ത് രസമാണ് ഈ പാട്ടൊക്കെ കേൾക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടീമിൽ 7 പേരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ വോക്കൽസ് 7 ഗേൾസാണ്. ആൻഡ് പിന്നെ വരുന്ന 4 പേരാണ്, 4 ഇൻസ്ട്രുമെൻറ്റ്സ്. അത് റിതം പാഡ് ഉണ്ട്, വയലിൻ ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൃദംഗമുണ്ട്. ഇവരെല്ലാവരും നമ്മളെ കൂടെ പഠിച്ചതും നമ്മളെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും എല്ലാവരുമാണ്. ആൻഡ് മെയിൻ ഒരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് പോസ്റ്റർ ഡിസൈനിങ് ചെയ്യാനും ക്യാമറ അങ്ങനെ എഡിറ്റിംഗ് എല്ലാത്തിനും നമ്മളെ ഫ്രണ്ട്സ് തന്നെ നമ്മളെ കൂടെ നിന്ന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ വിവിധ ജില്ലകളിൽ നിന്നാണ് വരുന്നതല്ലേ. അപ്പോൾ ലൈക്ക് എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവരൊക്കെ പാടുന്നത്, പെർഫോമൻസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈക്ക് എങ്ങനെ ടീമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ആ ഒരു ബാലൻസ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? പക്ഷെ എല്ലാവരും വെച്ചാൽ ഞങ്ങൾ എറണാകുളത്ത് എത്തിപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ടീം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എറണാകുളത്ത് എപ്പോഴും വരാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എറണാകുളത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്ക് പിന്നെ പ്രാക്ടീസിന് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തു, എല്ലാവരും എവിടെയെങ്കിലും ഒത്തുകൂടും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഹോസ്റ്റലും അല്ലെങ്കിൽ PG എടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് തൃപ്പൂണിത്തറ തന്നെ. അപ്പോൾ അവിടെ രാവിലെയും രാത്രിയും എല്ലാം ഇപ്പോൾ കോളേജിൽ വർക്കിംഗ് ടൈം ആയതുകൊണ്ട് ഈവനിങ് അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ പരിപാടിയും ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഇൻസ്ട്രുമെൻസിൻ്റെ എടുത്ത് പറയണം, ഞങ്ങൾ വോക്കൽസ് മാത്രം ചെയ്തതുകൊണ്ട് ഒരു പരിപാടി അത്രയും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻസും കൂടെ ഇരുന്ന് പ്രാക്ടീസ് റൂമും, അപ്പോൾ അത്രയും രീതിക്ക് സമയം മാറ്റി വെച്ച് ഇരിക്കുമ്പോഴാണ് ഒരു നല്ലൊരു ഔട്ട്പുട്ട് ഒരു സ്റ്റേജിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ കൂടാതെ നമ്മുടെ ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ മരുത്തോർ വട്ടം അല്ലേ, മരുത്തോർ വട്ടം അമ്പലത്തിൽ ചെയ്തപ്പോൾ ഭയങ്കര ഹരമായിരുന്നു. ഓഡിയൻസ് തിരിച്ചിങ്ങോട്ട് പാടുന്നു, ക്ലാപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടീം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എനർജി എന്ന് പറയുന്നത് ഈ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടും ഞങ്ങളെ പാട്ട് കേട്ടിട്ട് അതിനോടുള്ള താല്പര്യവും എന്നും പാടണം എന്നുള്ള ഒരു പ്രോത്സാഹനമൊക്കെയാണ്. ഇപ്പോൾ നിബ എല്ലാം പറയുന്നത് വെച്ചാൽ നിബയുടെ ഫാമിലി നിങ്ങളെല്ലാവരും തന്നെ എടുത്തു പറയണം. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ചലഞ്ചിങ് ആണ്. ബാക്കി എല്ലാവരും പല മേഖലയിലും പഠിച്ചു പോകുമ്പോൾ നമ്മൾ മ്യൂസിക് എടുത്തിട്ട് എന്താവും അല്ലേ, മ്യൂസിക് ഒരു എത്രത്തോളം നമ്മുടെ കരിയർ സ്റ്റേബിളായി നിൽക്കും എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതെല്ലാം പോസിറ്റീവായി കണ്ട് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസോട് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ പലരും പല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നിബ പല പ്രോഗ്രാംസിനും ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും സംശയമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഭക്തിഗാനങ്ങളും ഭജൻസൊക്കെ ചെയ്യുമ്പോൾ അമ്പലങ്ങളിൽ ഇനി അതൊരു ബുദ്ധിമുട്ടാവുമോ എന്നുണ്ടായിരുന്നു. പക്ഷേ പല സ്റ്റേജുകളിൽ നമുക്ക് അതൊരു പ്രശ്നമേ അല്ല. ഉറപ്പായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഏത് വസ്ത്രം ധരിച്ചാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ടീമായിട്ട് വന്ന് പെർഫോം ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് അല്ലേ, ഭയങ്കര സന്തോഷമാണ്. ഇനിയും ഞങ്ങൾക്ക് വരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 7 പേര് തന്നെ ആയിട്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹവും. അങ്ങനെയാണ് എല്ലാവരും ഞങ്ങളെ വിളിക്കുന്നതും. അപ്പോൾ അതൊരുപാട് സന്തോഷമാണ് അങ്ങനെ കിട്ടുന്നൊരവസരം. അങ്ങനെ ഭജൻസ് തുടങ്ങി, ഇനി എന്താണ് ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് അറിയണ്ടേ? അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്, എന്തൊക്കെയാണ് അങ്ങനെ പ്രോജക്ട്സ് എന്തൊക്കെയാണ്, പെർഫോമൻസ് എവിടെ വെച്ചാണ്, ഇനി എന്താണ് മൊത്തത്തിൽ നിങ്ങളെ പ്ലാൻസ് എന്തൊക്കെയാണ്? പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉത്സവ സീസൺ ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല പരിപാടികൾ കിട്ടുന്നുണ്ട്, നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഓരോ പ്രോജക്ട്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. നല്ല വേദികൾ ഞങ്ങളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. മെയിൻലി ലൈവ് സെഷൻസ് ഒരുപാട് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞങ്ങളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്രോഗ്രാംസായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല വേദികളിൽ പരിപാടി ചെയ്യണം. പിന്നെ എപ്പോഴും ഈ ഒരു ടീം പോകാണ്ട് ത്രൂ ഔട്ട് നമുക്ക് ജോയിൻ ചെയ്ത് നല്ല അടിപൊളി പരിപാടികൾ ചെയ്യാൻ പറ്റണം. അതുമാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. പിന്നെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെല്ലാം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നല്ല രീതിയിലുള്ള കണ്ടൻറ്റും കവർ സോങ്സും, പിന്നെ പറ്റുവാണെങ്കിൽ ഞങ്ങളെല്ലാവരും തന്നെ ചേർന്ന് ഒരു ഓൺ കോമ്പസിഷൻ പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതുവരെ പ്ലാൻ ചെയ്തത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കവർ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി കവർ സോങ് പാടുക. ഉയിരേ വാഴ്ക ഉലകം കാൺക ആരോമൽ ചിരിയാൽ ബാലരാഗ
ഈ ഒരു ടീമിൽ മൊത്തം ഗേൾസാണ് ഉള്ളത്. അപ്പം എന്തുകൊണ്ട് ഈ ഗേൾസ് ടീം എന്നൊരു കൂട്ടായ്മയിലേക്ക് പോയി? അതിന് ആരെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ഏഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നിലവിൽ ഞങ്ങൾ ബാല എന്നുള്ളൊരു സോങ്ങിൽ നിന്നാണല്ലോ ഞങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിൽ കുറച്ച് പേര് ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. RLV കോളേജിൽ പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നായിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രം വീടെടുത്ത് നിന്നുമായിരുന്നു പഠിച്ചത്. അപ്പോൾ അവർ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് വിളിക്കുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എങ്ങനെ പോയാലും ഞങ്ങൾ 7 പേര് പെട്ടെന്നൊന്ന് കണക്റ്റഡ് ആയിപ്പോയി. ഒരു സിങ്ക് ഞങ്ങളുടെ വോയിസിലും ഒക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ 7 പേരിൽ ഒരു പ്രത്യേകതരം ബോണ്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി പോവരുതെന്ന് വിചാരിച്ച് അങ്ങനെ ബാല എന്ന സോങ് കഴിഞ്ഞു, മാധുരി ഭജൻസ് തുടങ്ങി. അപ്പം മാധുരി ഭജൻസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു എന്താ പറയുക, ഒരു സ്ത്രീത്വം നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ഒരു സ്വീറ്റ്നെസ് അതെല്ലാം ഈ മാധുരി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു ബോയ്, ഒരു മെയിൽ വെർഷൻ വേണമെന്ന് ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല. അവരെ ഇതാക്കി പറയുമല്ല, പക്ഷേ ഒരു മാധുരി എന്നുള്ളൊരു പേരിന് ഭംഗി ഇതായിരിക്കുമെന്ന് തോന്നി. പിന്നെ ഇപ്പം നിലവിൽ ഞങ്ങൾ 7 പേര് മാത്രമാണ്. ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, ഞങ്ങളെയും കൂടി നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പാട്ട് അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ അവരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു ബോണ്ട്, ഈ ഒരു കണക്ഷൻ തൽക്കാലം ഇങ്ങനെ ഞങ്ങൾ 7 പേര് മാത്രമായി പോട്ടെ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ലൈക്ക് ഫ്രണ്ട്ഷിപ്പിനേക്കാളും കുറച്ചുകൂടെ ബോണ്ട് കൊടുക്കുന്നത് നിങ്ങളെ മ്യൂസിക്കിനാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ അത് ഉറപ്പായും ഞങ്ങൾ മ്യൂസിക് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞങ്ങളെല്ലാവരും കമ്പനി ആയതും ഞങ്ങൾ ഇത്രയും കൂട്ടായതും ഈ മാധുരിയുടെ ഒരു ഉത്ഭവം ഉണ്ടായത് വേണമെങ്കിൽ പറയാം. അപ്പോൾ മ്യൂസിക്കിനാണ് എല്ലാത്തിൻ്റെയും ബേസ്. മ്യൂസിക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾക്കും താല്പര്യം. സംഗീതത്തിലൂടെ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും നല്ല ഓർമ്മകൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് മാധുരി ഭജൻസിനോട്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എല്ലാവർക്കും മാധുരി ഭജൻസിന്റെയും മലബാർ ചാനലിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.